തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുകയും അവർ തിരിച്ചു വന്ന് 2 മിഠായി കൊടുത്ത് അത് വളരെ ഹാപ്പി ആയിട്ട് കഴിക്കുകയും ചെയ്തു. പഠനം അവിടെ തീർന്നിട്ടില്ല. ഈ കുട്ടികളെ, ഈ എക്സ്പെരിമെന്റിന്, പരീക്ഷണത്തിന് ഉപയോഗിച്ച ഈ മക്കളെ അവരുടെ ഭാവി ജീവിതം തുടർന്നുള്ള 40 വർഷക്കാലം നിരീക്ഷണം നടത്തുകയാണ്. 40 വർഷക്കാലം നിരീക്ഷണം നടത്തി അതിന്റെ പഠന റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഒട്ടും ക്ഷമയില്ലാതെ, ഒട്ടും ക്ഷമ കാണിക്കാതെ അപ്പൊ കിട്ടുന്ന സുഖത്തിന് വേണ്ടിയിട്ട്, ആ നിമിഷ നേരത്തുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ക്ഷമ നഷ്ടപ്പെട്ട് ആ മിഠായി കഴിച്ച കുട്ടികള് അവരുടെ ഭാവി ജീവിതത്തില് ഒട്ടും സക്സസ് അല്ലാത്ത ആളുകളാണ്. ഒട്ടും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. പഠന കാര്യങ്ങളിലായിക്കോട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, ഒന്നും അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അവരിൽ പലരും ഡ്രഗ്സ് പോലെയുള്ള ലഹരി അബ്യൂസുകളിൽ, സബ്സ്റ്റൻസ് അബ്യൂസുകളിൽ, ഡ്രഗ്സ് പോലെയുള്ള ലഹരികളിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി നുള്ളി തിന്ന് കുറച്ചൊക്കെ ക്ഷമ പാലിച്ച ആളുകൾ കുറച്ചും കൂടെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ജീവിതത്തിൽ അവർക്ക് വിജയമൊക്കെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതും അവരുടെ കഴിവിനനുസരിച്ച് എത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ ക്ഷമയോടെ ആ മിഠായിലൊന്ന് തൊടുക പോലും ചെയ്യാതെ, ഈ നൈമിഷികമായ സുഖം എനിക്ക് വേണ്ട, കുറച്ചു നേരം കാത്തിരുന്നാല് എന്നും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷം എനിക്ക് വരാനുണ്ട്, ഇത് പറഞ്ഞ് കാത്തിരുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളിൽ പലരും അവരുടെ ജീവിതത്തിൽ വളരെ സക്സസ് ആയിട്ടുണ്ട്, വളരെയധികം വിജയിച്ചിട്ടുണ്ടായിരുന്നു. പഠന കാര്യങ്ങളിലാണെങ്കിലും, ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും, കുടുംബ ജീവിതത്തിലാണെങ്കിലും എല്ലാം യാതൊരു ലഹരികളിലും പെട്ടുപോവാതെ വളരെ മനോഹരമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യന്മാരായിരുന്നു.